السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا بذكر الله تطمئن القلوب. صدق الله المولان العظيم. من صلى علي صلاة صلى الله عليه بها أشرا أو كما قال رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനവും സ്നേഹം നിറഞ്ഞ ഓലമണ്ട ഉസ്താദ്, അതുപോലെ തന്നെ പുണച്ചത്ത ഉസ്താദ്, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അതുപോലെ ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഗൗസിയ യൂസഫ് അടക്കമുള്ള നേതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ സജ്ജനങ്ങളോട് കൂടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനവർകൾക്കുള്ള പേരിൽ നടത്തിവരുന്ന ഉറൂസിന്റെ സമാപന ദിവസമാണ് ഇന്ന്. ഇന്നലെയും ഇവിടെ ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പണച്ച ഉസ്താദ് അവർക്കുള്ളതായ കൂട്ടുസിയാറത്തിന്റെ ആ നേതൃത്വത്തിലൂടെ നാം ഇന്ന് ഇവിടെ ഇന്നത്തെ പരിപാടിക്ക് ഉദ്ഘാടനം കുറിക്കുകയുണ്ടായി. മഹാനായ ഓലമണ്ട ഉസ്താദ് സലാത്തിന് ശേഷം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഉപദേശങ്ങളൊക്കെ ഇവിടെ ചെയ്തു തരികയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമുക്ക് വേണ്ടി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഴയാണ്, മഴയെപ്പറ്റി പ്രതികൂലമെന്നല്ല, നാം നമുക്കുള്ളതായ ഉറൂസ് ഇവിടെ നടത്തുന്നത് തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഇതിലൂടെ ഉണ്ട്. ഒന്ന്, ഉപദേശം പറയലാണ്. ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ നന്നാക്കാനുള്ളതായ പ്രയത്നവും കൂടിയും ഈ ഉറൂസ് സംബന്ധമായി നമ്മുടെ മനസ്സിൽ ഉണ്ട്. നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായ ഉദ്ദേശം നമുക്ക് ഈ ഉറൂസിന്റെ ഭാഗമായി നമ്മുടെ ഉദ്ദേശമാണ്. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ദുആ ആണ്. മഹാന്മാരുടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മെ മുസ്ലിം ലോകത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കണം എന്നുള്ള ഉദ്ദേശവും കൂടി നമ്മുടെ ഈ ഉറൂസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മഴ എന്നുള്ളത് നമുക്ക് പ്രതികൂലമായി കാണാൻ കഴിയില്ല. ദുആക്ക് ഉത്തരം കിട്ടുന്നതായ ഒരുപാട് കാര്യങ്ങൾ എണ്ണുമ്പോ കിതാബുകളിൽ എണ്ണുന്നു, മഴ വരുന്നതായ സമയത്തും അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകുന്നു എന്ന്. മഴ എന്നുള്ളത് അല്ലാഹുവിന്റെ റഹ്മത്താണത്. നമുക്കൊരു പക്ഷേ നമുക്ക് പ്രതികൂലമായി കണ്ടെങ്കിലും ഇതുകൊണ്ട് പല നേട്ടങ്ങളും നമുക്ക് ഉണ്ട് എന്നുള്ളതായ സത്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അതായത് മഴ വരുമ്പോ പടച്ച റബ്ബിലേക്ക് കൈമലർത്തുമ്പോ അല്ലാഹു തആല തട്ടിക്കളയുകയില്ല.
അവൻ ഉത്തരം ചെയ്യും എന്ന് കിതാബുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഉത്തരം തരാനുള്ള ഒരു കാരണമായേക്കാം ഇന്ന് ഇവിടെ അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നത് എന്നുള്ളതായ സത്യവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ സുദീർഘമായി ആമുഖം നീട്ടുകയില്ല. 1-2 കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മഗ്‌രിബിന് മുമ്പ് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷവും ഒരുപാട് പ്രഭാഷണങ്ങളും ദുആകളൊക്കെ ഇവിടെ നടക്കാനിരിക്കെ നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കുള്ളതായ ഈ മജ്‌ലിസ് സ്വലാത്തിന്റെ മജ്‌ലിസാണ്. സ്വലാത്തിന്റെ മജ്‌ലിസ് നാം എല്ലാ ആഴ്ച തോറും അല്ലെങ്കിൽ മാസം തോറും ഇവിടെ സലാത്ത് നടത്തുന്നു. നമ്മുടെ ഇവിടെ എന്നല്ല, എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രി സലാത്തിന്റെ മജ്‌ലിസ് നടക്കാറുണ്ട്. ആ സലാത്തിന്റെ മജ്‌ലിസ് നടക്കുമ്പോ ആളുകളെ കാണാൻ കഴിയുന്നില്ല. ഉസ്താദും ഏതാനും ചില കുട്ടികളോ അല്ലെങ്കിൽ പ്രായമുള്ളതായ 1-2 പേരല്ലാതെ നാട്ടുകാരെ നല്ലവണ്ണം കാണാൻ സാധിക്കുന്നില്ല. ഞാനിത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, നമുക്കുള്ളതായ ഉസ്താദ് ഓലമുണ്ട് ഉസ്താദ് റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗം അങ്ങനെ എടുത്തു പറയുകയുണ്ടായി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്നുള്ളതായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വലാത്ത് സംബന്ധമായ ആയത്തിന് വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് വെച്ചതായ അർത്ഥം ഉസ്താദ് അടിവരയിട്ടുകൊണ്ട് ഒന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, നിശ്ചയം അല്ലാഹും അവന്റെ മലായികത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമ്മളോ എന്നുള്ളതായ ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട് ഉസ്താദ് ചോദിച്ചത്. കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചതായ ആ ചോദ്യം തന്നെ നമ്മുടെ മുമ്പിൽ അങ്ങനെ വരച്ച് കാണിക്കുകയുണ്ടായി. നമ്മളോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചൊല്ലുന്നുണ്ടോ എന്നാണ് അതിന്റെ ചോദ്യം. ആ ചോദ്യം അതാണ്. നമ്മൾ ചൊല്ലുന്നുണ്ടോ? നമ്മുടെ മജ്‌ലിസിൽ, നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് നിർത്തിയതായ 100 കണക്കിന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആക്കിയും കൊണ്ട് നല്ല നിലക്കുള്ളതായ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായ 100 കണക്കിന് സദസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുങ്ങിയതായ ആ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് നമ്മൾ സംബന്ധിക്കുന്നുണ്ടോ? നാം സലാത്ത് ചൊല്ലുന്നുണ്ടോ എന്നുള്ളതായ ചോദ്യമാണ്. ആ നമ്മളോ എന്നുള്ളതായ വാക്കുകൊണ്ട് നമുക്കുള്ളതായ കണ്ണിയത്ത് ഉസ്താദും അതുപോലെ തന്നെ ഓലമണ്ട് ഉസ്താദും ഉദ്ദേശിച്ചത് അതാണ്. അവർ ഉദ്ദേശിച്ചത് നാം സംബന്ധിക്കാറുണ്ടോ? നമ്മുടെ നാട്ടിൽ ചൊല്ലാറില്ലേ? സ്വലാത്ത് ഉണ്ട്, പക്ഷേ നാം പോകാറില്ല എന്ന ഒരു കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ നമുക്കുള്ളതായ നാട്ടിൽ നടക്കുന്നതായ വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ മറ്റുള്ള തിങ്കളാഴ്ച രാത്രിയാണെങ്കിലും മാസത്തിലോ ആഴ്ചയിലോ നടക്കുമ്പോ നാം ഭാവകാരോണം, നാം അതിൽ സംബന്ധിക്കണം. നമുക്കുള്ള നമ്മെ കണ്ടിട്ടാണ് സലാത്ത് തുടങ്ങിയിട്ടുള്ളത്. ഒരു നാട്ടിൽ സ്വലാത്ത് തുടങ്ങിയിട്ടുള്ളത് മറ്റുള്ളതായ നാട്ടുകാരെ, പുറനാട്ടുകാരെ കണ്ടിട്ടല്ല. നാം സംബന്ധിക്കണം. നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ സ്വലാത്തിനെ നിലനിർത്തേണ്ടതായ ഉത്തരവാദിത്വം നമുക്കുള്ളതായ നാട്ടുകാർക്കാണ്. അത് നടക്കുന്നില്ല എന്നാണ് നമുക്കുള്ളതായ മുമ്പിലുള്ളതായ ചോദ്യം വന്നിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സ്വലാത്തിന്റെ മജ്‌ലിസും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കുള്ളതായി ഈ ആത്മീയമായ സ്വലാത്തിന്റെ അല്ലെങ്കിൽ ദിക്റിന്റെ ഈ മജ്‌ലിസ് കൊണ്ട് നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആപത്ത് മുസീബത്ത് ഇത് കാരണം അല്ലാഹു തആല തട്ടി സലാമത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുന്നില്ല, പക്ഷേ അതിന്റെ ഫലം നാം ഒക്കെ അനുഭവിക്കുന്നു. നാട്ടിലുള്ളവരൊക്കെ ആ സ്വലാത്തിന്റെ അല്ലെങ്കിൽ ദിക്റിന്റെ മജ്‌ലിസ് കൊണ്ടുണ്ടാകുന്നതായ ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. നാം നമുക്കുള്ളതായ സലാത്തിന്റെ മജ്‌ലിസിലൊക്കെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ദിക്ർ അല്ലെങ്കിൽ സ്വലാത്ത് എന്നുള്ളത് എന്ന് നിസ്സാരമായ കാര്യമല്ല. അതിന് നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയ ശാന്തി ഉണ്ടാകുന്നത്,
മനസ്സിന് സമാധാനമുണ്ടാകുന്നത് വേറെ എന്തെങ്കിലും കഞ്ചാവ് കൊണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊണ്ടോ വേറെ എന്തെങ്കിലും വിനോദങ്ങളെ കൊണ്ടല്ല. ഇന്ന് കഞ്ചാവിന്റെയും മറ്റുള്ളതായ മയക്കുമരുന്നിന്റെയും വലയിൽപ്പെട്ട് കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ യുവജനത. അല്ലാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ. ഇന്ന് എവിടെ നോക്കിയാലും പരാതികളാണ്, പ്രശ്നങ്ങളാണ്. കാരണം കഞ്ചാവ് കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും മദ്യപാനം കൊണ്ടും ഉണ്ടാകുന്നതായ ആഫത്ത് അവന് മാത്രമല്ല, അവന്റെ വീട്ടുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് മാത്രമല്ല, ലോക ജനങ്ങൾക്ക് വരെ അതിന്റെ വിപത്ത് അനുഭവിക്കേണ്ടതായ അവസ്ഥയാണ്. സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, അവന്റെ മനസ്സിന് എങ്ങനെയും സമാധാനമില്ല, ഉപയോഗിക്കുന്നവന് സമാധാനമില്ല, വീട്ടുകാർക്കും സമാധാനമില്ല, നാട്ടുകാർക്കും സമാധാനമില്ലാത്തതായ ഒരു അവസ്ഥയാണ് ഈ മയക്കും മരുന്ന് മൂലം കൊണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലും പല ഉത്ബോധനങ്ങളും പല പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് നാടുകളിലും പള്ളികളിലും മദ്രസകളിലും സ്കൂളുകളിലൊക്കെ ഇന്ന് പ്രതിഷേധ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്നിനെതിരെ. കാരണം ഒരാൾക്കും എന്ന് സമാധാനമില്ലാതെ, സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ വെറുതെ വിട്ടാൽ പോരാ, അവരെ ഇങ്ങനെ ചങ്ങല അടിച്ചു വിട്ടാൽ ലോകത്തിന് സമാധാനം നഷ്ടപ്പെടും, മനുഷ്യന് സമാധാനം. അത് മുസ്ലിമിന് മാത്രമല്ല, എല്ലാ മതക്കാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ വലിയ ഒരു വിപത്താണ് ഈ മയക്കുമരുന്ന് പോലത്തതായ ഈ കാര്യങ്ങളെ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും, ലോകത്തിലുള്ള സർവ സംഘടനകളും സർവ മതസ്ഥരും ഒക്കെ ഈ മയക്കുമരുന്നിനെതിരെ ഇന്ന് പ്രതിഷേധ പ്രഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എല്ലാ മദ്രസാ തലത്തിലും റേഞ്ച് അടിസ്ഥാനത്തിലും മയക്കുമരുന്നിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തണം. യുവാക്കളെ വിളിച്ചിട്ട്, വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് അതിന്റെ ആഫത്തുകളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്ന നിലക്ക് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പല മദ്രസകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നു കഴിഞ്ഞു, ഇനി നടക്കാനിരിക്കുന്നു. കാരണം അത്രയും കൊറോണയെക്കാളും വലുതാണിത്. കൊറോണ എന്നുള്ളതായ ആ മഹാമാരി വളരെ വിഷമാണ് ഇവിടെ വിത്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ എത്രയോ ഭയാനകമാണ് ഈ മയക്കുമരുന്ന് കൊണ്ട് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് സമാധാനം, ഇതിലൊന്നും സമാധാനമില്ല. സമാധാനമുള്ളത് അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ സ്മരിക്കൂ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലൂ, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലൂ, അല്ലാഹുവിനെ തഹ്ലീൽ ചൊല്ലൂ, അതുപോലെ സലാത്ത് ചൊല്ലൂ. ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കും. അതുകൊണ്ട് ദിക്ർ മജ്ലിസ് എവിടെയാണോ ഉള്ളത് അവിടെ പോയി ഒന്നിരിക്കാനുള്ളതായ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതിനുള്ള മനസ്സുണ്ടാവണം. അല്ലാഹു തആല നമുക്ക് അതിന് നല്ല മനസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സ്വലാത്തിന്റെ കാര്യം, സ്വലാത്തും അങ്ങനെ തന്നെയാണ്. മനസ്സിന് സമാധാനം ലഭിക്കുന്നതായ ഒരു ആത്മീയ ചികിത്സ കൂടിയാണ് സ്വലാത്തിലൂടെ. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം അതിന്റെ ആ നിയത്തോടുകൂടെ, ആ കരുത്തോടുകൂടെ ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി സലാത്ത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, സലാത്തിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു തആല നിറവേറ്റി തരും എന്നുള്ളതിൽ സംശയമില്ല. ദിവസവും നമുക്ക് സലാത്ത് ചൊല്ലാൻ കഴിയണം. ദിവസത്തിലും എത്ര കഴിയുന്നെങ്കിൽ അത്രയും സലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിയണം. സലാത്ത് എന്നുള്ളത് നിയ്യത്തില്ലാത്തതായ ഒരു കാര്യം കൂടിയാണ്. നിയ്യത്ത് വേണ്ട. നിസ്കരിക്കണമെങ്കിൽ നിയ്യത്ത് വേണം. നമുക്ക് നോമ്പ് നോക്കണമെങ്കിൽ നിയ്യത്ത് വേണം.
ഹജ്ജിനും ഉംറക്കും എല്ലാ ഇബാദത്തിനും നിയ്യത്ത് വേണം. പക്ഷേ ഈ സലാത്തിന് നിയ്യത്ത് വേണ്ട. ഒന്ന് സലാത്ത് ഇങ്ങനെ ചെല്ലിയാൽ മതി. പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് അത് നമുക്കുള്ളതായ നന്മ എഴുതപ്പെട്ടതായ കിതാബുകളിൽ അത് നമുക്ക് തരുകയാണ്. അല്ലാഹു തആല നമുക്കുള്ളതായ എല്ലാ കാര്യങ്ങളും നാം ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങളും അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാവട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഒരുപാട് സലാത്ത് ചെല്ലുന്ന, ഒരുപാട് ദിക്ർ ചെല്ലുന്ന, മഹാത്മാക്കളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഹദിയ ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഉറൂസുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളിൽ രാത്രിയും പകലും ഉറക്കും ഊണും ഒഴിഞ്ഞതായ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഈ ലോകത്തിലും നാളെ പാരത്രിക ലോകത്തിലും അവന്റെ സവാബ് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് കാരണമായി എല്ലാ ആപത്ത്, മുസീബത്ത്, ഇടങ്ങേറ്, സിഹിർ, കണ്ണേറിനെ തൊട്ട് അവരെയും അല്ലാഹു നമ്മേവരെയും കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.